സുഹൃത്തും ഒരേ ജോലിയിൽ വർക്ക് ചെയ്യുന്ന, ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന പ്രിയ സുഹൃത്ത് പ്രേംരാജ് സാറിന്റെ അവതരണമാണ്. മനോഹരമായുള്ള വ്യത്യസ്തമായ ഒരു പുസ്തകം. സാറിനെ ഇന്നത്തെ ഈ ഒരു വേദിക്ക് പരിചയപ്പെടുത്താനും ഇന്നത്തെ ഈ ഒരു വേദിയെ നിയന്ത്രിക്കാനുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ സാരഥി കൂടിയായിട്ടുള്ള ദിനേശ് ശങ്കർ സാറാണ്. സാറ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശിയാണ്. റിട്ടയർഡ് എയർഫോഴ്സിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഫുൾ ടൈം ട്രെയിനിങ്, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ അതൊരു മിഷൻ ആക്കിക്കൊണ്ട് സാറ് ഒരുപാട് വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് പോവുകയാണ്. അപ്പോ ഇന്നത്തെ പ്രോഗ്രാം ഡയറക്ടറായിട്ടുള്ള ദിനേശ് സാറ് നമ്മളോടൊപ്പം ഉണ്ട്. നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ഇത്ര മനോഹരമായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽസ്. ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആവശ്യങ്ങൾക്കും നമുക്ക് സമീപിക്കാം. ഒരു ട്രെയിനർ എന്ന രീതിയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്കും അതല്ല ഏത് തരത്തിലുള്ള ട്രെയിനിങ് നമുക്ക് ലഭിക്കുന്നതിനുമായിട്ട് നമുക്ക് വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന ഒരു സ്ഥാപനമാണ് എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ. തീർച്ചയായിട്ടും അവരുടെ സേവനം എല്ലാവരും ഉപയോഗപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിലെ നമ്പറിലോ അതല്ലെങ്കിൽ നമ്മളുടെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയോ തരത്തിലുള്ള ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റികളുമായും ഓർഗനൈസേഷനുകളുമായും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും കുറഞ്ഞ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ട്രെയിനിങ്, ലൈഫ് സ്കിൽസ്, കൗൺസിലിംഗ്, അപ്ലൈഡ് സൈക്കോളജി, ലൈഫ് കോച്ചിംഗ് തുടങ്ങിയ ലോങ് ടേം, ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ മികച്ച പ്ലാറ്റ്ഫോം എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ, എ കംപ്ലീറ്റ് ട്രെയിനിങ് ഹബ് ഫോർ സൈക്കോളജി ആൻഡ് ലൈഫ് സ്കിൽസ് കോഴ്സസ്. നിങ്ങളൊരു അധ്യാപകനോ പരിശീലകനോ കൗൺസിലറോ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളോ ആകട്ടെ, നിങ്ങളുടെ മേന്മ മെച്ചപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ റെഡിയാണ്. എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ, എ കംപ്ലീറ്റ് ട്രെയിനിങ് ഹബ് ഫോർ സൈക്കോളജി ആൻഡ് ലൈഫ് സ്കിൽസ് കോഴ്സസ്. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോം നിയന്ത്രിക്കാനും നമ്മുടെ ഇന്നത്തെ സെഷൻ എടുക്കുന്ന പ്രേംരാജ് സാറിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താനുമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ദിനേശ് സാറിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദിനേശ് സാർ, വെൽക്കം സാർ. താങ്ക് യു സതീഷ് സാർ, താങ്ക് യു. പ്രഭാകർ സാറിന്റെ ഗ്രാമത്തിലെ കുട്ടിയുടെ കവിത വളരെ സന്തോഷം നൽകി. സതീഷ് സാറിന്റെ നല്ല വാക്കുകൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു. വളരുക, വളർത്തുക, ആനന്ദിക്കുക എന്ന ആപ്തവാക്യമായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ ആളുകളെ പതുക്കെ പതുക്കെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഏറ്റവും മികച്ച ഒരു ചാപ്റ്ററാണ് തൃശ്ശൂർ ചാപ്റ്റർ. തൃശ്ശൂർ ചാപ്റ്റർ നടത്തുന്ന വായനോത്സവം 2024 പവേർഡ് ബൈ എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിന്റെ 8ാം ദിനത്തിലേക്ക് ഇവിടെ എത്തിയ എല്ലാ മാന്യ വ്യക്തികളെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ലോകത്തിലെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് തവണ തുറക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു സമ്മാനമാണ് ഒരു പുസ്തകം. അത് ഓരോ തവണയും മനസ്സ് തുറന്നുകൊണ്ട്, മനസ്സ് നിറഞ്ഞുകൊണ്ട്, കൗതുകത്തോടെ അത് തുറക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് വ്യത്യസ്തമായ ലോകത്തിലേക്കാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ 8ാം ദിനത്തിൽ പരിചയപ്പെടുന്ന പുസ്തകം ജീവിതത്തിലെ വളരെ തീവ്രമായ ജീവിത അനുഭവങ്ങൾ അത് അതേപടി പകർത്താൻ കഴിഞ്ഞ, വളരെ ശക്തമായ രീതിയിൽ പകർത്താൻ കഴിഞ്ഞൊരു പുസ്തകമാണ് മുഹമ്മദ് അബ്ബാസ് സാറിന്റെ ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ എന്ന ആ പുസ്തകം. ഈ പുസ്തകം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി, അദ്ദേഹം ഒരു VHSC പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ നാടിന്റെ പുനലൂരിന്റെ പ്രത്യേകത ഹൗറ ബ്രിഡ്ജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമുള്ള പുനലൂരിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. VHSCയിൽ ഏകദേശം 25 കൊല്ലമായിട്ട് അധ്യാപകനാണ്. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച അധ്യാപകൻ എന്നുള്ള അവാർഡും അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ 23 കൊല്ലമായിട്ട് NSSന്റെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പറാണ്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു എനർജിയും സന്തോഷം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി.
NSS കാണുന്ന ഒരു എനർജി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് അദ്ദേഹത്തിന് ശ്രീമതി രശ്മി മാമും ഒരു ഹയർ സെക്കൻഡറി ടീച്ചറാണ്. പിന്നെ ഉള്ള സപ്പോർട്ടായി നിൽക്കുന്ന മൂത്ത മകൻ ഇപ്പോ ചെന്നൈ IIT-യിൽ PhD ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ ഇപ്പോ ഗ്രാജുവേഷൻ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേംരാജ് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു സാർ. ഓവർ ടു യു. നല്ല വാക്കുകൾക്ക് നന്ദി ദിനേശൻ സാർ. എനിക്കേറെ സന്തോഷവും അതോടൊപ്പം അഭിമാനവും ഉണ്ട്. പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഞാനതിന് ഇത്രയും മനോഹരമായ ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്ത് ഏകദേശം 1 മാസത്തോളം വായനയെ സ്നേഹിക്കുന്നവരും വായനയെ പ്രോത്സാഹിപ്പിക്കാനായി നടത്തുന്ന ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തൃശ്ശൂർ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ചാപ്റ്ററിനെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം എന്നെ ഈ പ്രോഗ്രാമിന് പ്രത്യേകമായി വിളിച്ചത് പ്രഭാകരൻ സാറാണ്. കഴിഞ്ഞ പോസിറ്റീവ് കമ്മ്യൂണിറ്റി നടത്തിയ ഓൺലൈൻ ട്രെയിനിങ് കോമ്പറ്റീഷനിൽ ഞാനും പങ്കെടുത്ത ആദ്യത്തെ ടോപ്പിക് തന്നെ പ്രസന്റേഷൻ നടത്തിയത് ഞാനാണ്. റീഡിങ് തന്നെയായിരുന്നു വിഷയം. അപ്പൊ അത് കഴിഞ്ഞ് സാറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ സൂചിപ്പിച്ചിരുന്നു, എനിക്കിങ്ങനെ പുസ്തകമൊക്കെ പ്രസന്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമാണ്, താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സാർ അത് മനസ്സിൽ സൂക്ഷിക്കുകയും ഈ ഒരവസരത്തിൽ എന്നെ വിളിക്കുകയും ചെയ്തു. ഞാൻ അതിന് അദ്ദേഹത്തിന്റെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം സതീഷ് സാറ്, ഞങ്ങളെല്ലാം ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്നതാണ്. പോസിറ്റീവ് കമ്മ്യൂണിന്റെ ദിനേഷ് സാറ്, ഇവരെയൊക്കെ പരിചയമുണ്ട്. ഈ ട്രെയിനിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത സമയം മുതൽ പരിചയമുണ്ട്. വളരെ ഊർജ്ജസ്വലരായി ഇതിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ആ സമയം ഒട്ടും കളയാതെ തന്നെ അങ്ങ് കടക്കുകയാണ്. ഒരിക്കൽ ചാവാൻ നോക്കി മരണത്തെ തൊട്ട് തിരിച്ചു വന്നയാൾ വീണ്ടും ചാവാൻ ശ്രമിക്കുമോ? ചോദ്യമാണ്. ഒരിക്കൽ ചാവാൻ നോക്കി മരണത്തെ തൊട്ട് തിരിച്ചു വന്നയാൾ വീണ്ടും ചാവാൻ ശ്രമിക്കുമോ? ഇല്ല. തൊടാൻ പോയ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും ചിലപ്പോ. ശ്രമിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു. കാരണം ഈ അടുത്തൊരാൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ തീവ്രത അനുസരിച്ചിരിക്കും. നമ്മുടെ പരിസരത്ത് ഒരാള് അടുത്തന്നെ ജയിച്ചായിരുന്നു. ഇപ്പൊ തന്നെ വിജയിച്ചു. സാറേ 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചയാളെ എനിക്കറിയാം. 3 പ്രാവശ്യം. 3 പ്രാവശ്യം. ശരിയാ, എന്റെ അടുത്തും അതേ അനുഭവം. 3 പ്രാവശ്യം. ഓക്കെ, ശ്രമിക്കുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ആദ്യത്തെ ആത്മഹത്യാ ശ്രമം കഴിഞ്ഞ് രണ്ടാമത്തെ ആത്മഹത്യ നടത്താൻ ശ്രമിക്കുമ്പോൾ എനിക്കൊരു മകള് ഉണ്ടായി കഴിഞ്ഞിരുന്നു. ഒരു വാടക വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇത്രയും കൈക്കൂലിയും ഒക്കെ ദ്രവിച്ച് പൊടിഞ്ഞു വീഴാറായ ഒരു വാടക വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവുമായി തൊഴിലില്ലായ്മയും മഴക്കാലവും ഒക്കെ വന്നപ്പോൾ ആകെ ദാരിദ്ര്യത്തിലായി. നനഞ്ഞ് പഴകി പിഞ്ചിയ സാരിയാണ് എന്റെ ഭാര്യ ഉടുത്തിരുന്നത്. അതിലെ തുളകൾ എന്നെ നോക്കി കുഞ്ഞാണം കുത്തുന്നത് പോലെ തോന്നി. എന്റെ മകൾക്ക് അന്ന് 3 വയസ്സ് പ്രായമാണ്. അവളും ധരിച്ചിരിക്കുന്ന വസ്ത്രം വ്യത്യസ്തമല്ല. ചുറ്റും പെരുകി വരുന്ന കടങ്ങളും സ്വന്തം ഭാര്യയും മക്കളെയും നല്ലതുപോലെ മകളെയും അവർക്ക് നല്ല ആഹാരവും വസ്ത്രവും മേടിച്ചു കൊടുക്കാൻ സാധിക്കാത്ത എന്നെ ഞാനൊരു പരാജിതനായിട്ടാണ് കണ്ടിരുന്നത്. വൈകിട്ട് ഒരു വിവാഹത്തിന് ഭാര്യ പോകുന്നുണ്ടായിരുന്നു. പണിയില്ലാത്തതിനാൽ എന്റെ ഈ കാശുണ്ടായിരുന്നില്ല. പക്ഷെ പോകുന്നത് അറിഞ്ഞ് ഞാൻ രാവിലെ തന്നെ എന്റെ സുഹൃത്തിനോട് കടം വാങ്ങി കുറെ ഉറക്ക ഗുളികകൾ സംഘടിപ്പിച്ചു വെച്ചിരുന്നു. ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഉറപ്പാക്കുന്നതിന് ഞാൻ 5 രൂപ കൊടുത്ത് ഒരു കത്തിയും വാങ്ങി വെച്ചിരുന്നു. ഭാര്യയും ആളും വീട് വിട്ടിറങ്ങി. അവര് വഴിയിൽ നിന്ന് മറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ കതകടച്ച് ഉറക്ക ഗുളികകൾ പുറത്തെടുത്ത് ഒന്നൊന്നായി തുറന്ന്
മേശപ്പുറത്ത് കൂട്ടി വെച്ചു. അടുക്കളയിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഒരു ബക്കറ്റിൽ വെള്ളവും എടുത്ത് അടുത്ത് വെച്ചു. ഞാനൊരു 5 ഗുളിക ഒന്നിച്ച് കഴിച്ചു. വായിലേക്ക് വെള്ളം ഒഴിച്ചു. മരണത്തിന്റെ ആദ്യത്തെ തണുപ്പ് എന്റെ വയറ്റിലേക്ക് എത്തി തുടങ്ങി. അതിനുശേഷം ഞാൻ എന്റെ മകളും ഭാര്യയും ഊരിയിട്ട വസ്ത്രം കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. മകളുടെ ഉടുപ്പെടുത്ത് ഞാൻ മണത്തു നോക്കി. എന്നേക്കാൾ ഇഷ്ടമായിരുന്നു എനിക്ക് അവളെ. എന്റെ മകളുടെ മണം, ഞാൻ എടുത്ത് ഉമ്മ വെക്കുന്ന എന്റെ മകളുടെ മണം. ഭാര്യയുടെ വസ്ത്രം അടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് നോക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. എടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്തിരിഞ്ഞേക്കുമോ എന്ന് ഭയപ്പെട്ടു. ഗുളികകൾ ഒന്നൊന്നായി കഴിച്ചു. വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈയിലെ ഞരമ്പ് മുറിച്ചു. ചുടുചോര പതുക്കെ ചീറ്റാൻ തുടങ്ങി. ഞാൻ വെള്ളത്തിലേക്ക് കൈയും താഴ്ത്തി കിടന്നു. എത്തിക്കാൻ ജനാലയുടെ കതക് വാതിൽ തുറന്നിട്ടു. കല്യാണത്തിന് പോയ ഭാര്യ എന്തോ ഉള്ളിയാൽ അവിടുന്ന് ഇറങ്ങി അവള് ബസ് പോലും കാത്തു നിൽക്കാതെ ഓടി വീട്ടിലെത്തി വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ എന്നെ അവൾ ഒട്ടും പരിഭ്രാന്തയാകാതെ വളരെ സമചിത്തതയോടുകൂടി എന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ ഒരു ആത്മഹത്യാശ്രമം പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ മുഹമ്മദ് അബ്ബാസിന് ഇത് എഴുതുവാൻ സാധിക്കുമായിരുന്നില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ഇത് പറയുവാനും സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കും ഭ്രാന്തിനുമിടയിൽ എന്ന പുസ്തകം പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു പോകേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ പുസ്തകം അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ദിനേശ് സാറ് സൂചിപ്പിച്ചതുപോലെ വളരെ തീവ്രമായ, വളരെ ദയനീയമായ ജീവിത അനുഭവത്തിന്റെ തീച്ചൂളയിൽ ജീവിച്ചു വന്ന ഒരു മനുഷ്യൻ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പോയിട്ടുള്ള ഒരു മനുഷ്യൻ. ഒരുപക്ഷെ കർണന്റെ പാട്ടില് തുടങ്ങിയത് പ്രഭാകരൻ സാർ എന്തെങ്കിലും ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും എവിടെയെങ്കിലും നമുക്ക് സാദൃശ്യം തോന്നാം അദ്ദേഹത്തിന്റെ കഥയുമായിട്ട്. തമിഴ്നാട്ടിലെ പെരുഞ്ചിലമ്പ് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്, കന്യാകുമാരി ജില്ലയില്. അവിടെ ജനിച്ച് 3 വയസ്സുള്ളപ്പോൾ 1-ാം ക്ലാസ്സിൽ ചേർന്നു. 8-ാം ക്ലാസ്സിൽ ആയപ്പോൾ അച്ഛനും അമ്മയും കോട്ടയ്ക്കലുള്ളവരായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് കോട്ടയ്ക്കിലേക്ക്, ജന്മനാട്ടിലേക്ക് അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞ് അദ്ദേഹത്തെ സ്കൂളിൽ ചേർക്കാൻ ശ്രമിച്ചു. സ്കൂളിൽ ചെന്നു. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പത്രം എടുത്തു നോക്കിയിട്ട് അതിന്റെ ഹെഡിങ് വായിക്കാമോ എന്ന് ചോദിച്ചു. ഇപ്പൊ അദ്ദേഹം ഇത് ആത്മകഥ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെല്ലാം ആത്മകഥാംശമുള്ള പുസ്തകമാണ്. അതുപോലെ 2 വായിച്ചതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം മലയാള മനോരമയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ. പക്ഷെ അദ്ദേഹത്തിന് അത് വായിക്കുവാൻ സാധിച്ചില്ല. അതിനുശേഷം അമ്മയെന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എഴുതാൻ അറിയില്ല. തമിഴ് മീഡിയത്തിലാണ് പഠിച്ചത്, മലയാളം പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് സാറ് പറഞ്ഞു 2-ാം ക്ലാസ്സിൽ ഇരുത്താമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് താഴെയും 2 കുട്ടികളുണ്ട്. കുടുംബമാണെങ്കിൽ ദാരിദ്ര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ തീരുമാനിച്ചു പഠിക്കേണ്ടെന്ന്. 8-ാം ക്ലാസ്, 8, 3, 11 വയസ്സുള്ള ഒരു കുട്ടി 2-ാം ക്ലാസ്സിൽ ഇരുന്നു. അവൻ 10-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് എത്ര വയസ്സാകും? അത് ഓർത്തിട്ടാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ പഠിത്തം അവിടെ വെച്ച് അവസാനിച്ചു. വീട്ടിൽ വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ, ജോലിക്ക് പോകണം. അപ്പം ചേട്ടൻ പെയിന്റ് പണിക്കാരനാണ്. ചേട്ടന്റെ കൂടെ പെയിന്റ് പണിക്കാൻ പോകാൻ തുടങ്ങി. അദ്ദേഹമാണെങ്കിൽ വളരെ കർക്കശക്കാരനാണ്. എല്ലാ കാര്യത്തിലും ഉപദ്രവിക്കും, അടിക്കും. രാവിലെ കിടന്ന് ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ വെള്ളം കോരി ഒഴിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ചേട്ടന്റെ കൂടെയാണ് പണിക്ക് പോയത്. പണിക്ക് പോയി അദ്ദേഹം ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ആക്സാ ബ്ലേഡ് ഒടിഞ്ഞു പോയപ്പോ ചേട്ടന് അടിച്ചു. ആളുകളുടെ മുമ്പിൽ വെച്ചാണ് അടിച്ചത്. ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പൊ പറഞ്ഞു, നീ പോയി ആക്സാ ബ്ലേഡ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. പോക്കറ്റിൽ പേഴ്സുണ്ട്, പേഴ്സും എടുത്തോണ്ട് പോയി ആക്സാ ബ്ലേഡ് മേടിക്കാൻ പറഞ്ഞു. അദ്ദേഹം പേഴ്സും എടുത്തോണ്ട് നേരെ ആക്സാ ബ്ലേഡ് മേടിക്കാൻ പോയി. ഒരു കൊട്ടക്കലിനടുത്ത് സ്ഥലം അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കയറ്റത്താണ്. കയറ്റത്തോട് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് കയറ്റം കയറി ഒരു ബസ് വരുന്നു. ബസ്സിന് കൈ കാണിച്ചു.
എന്തോ ഭാഗ്യത്തിന് KSRTC ബസ്സാണ് അത് നിർത്തി നേരെ ചെന്നിറങ്ങിയത് കോഴിക്കോട് പട്ടണത്തിലാണ്. അദ്ദേഹത്തിനെ ഒന്നും അറിയില്ല, ബോർഡൊന്നും വായിക്കാൻ അറിയില്ല, മലയാളം അറിയില്ല. ഈ മലയാളം അറിയാത്ത ആള് അവിടെ പോയി ഒരു സിനിമയൊക്കെ കണ്ടു. ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് അതാണെന്ന് തോന്നുന്നു പറഞ്ഞ സിനിമ. ആ സിനിമയും കണ്ട് ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് രാത്രിയായപ്പോൾ കിടക്കാൻ സ്ഥലം വേണമല്ലോ. ഏതോ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാർക്ക് ഒരു റൂം ഉണ്ടെന്ന്. അങ്ങനെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് എത്തി. ആ റൂമിൽ കിടന്നു. അപ്പൊ ചേട്ടന്റെ പേഴ്സൊക്കെ നേരത്തെ കളഞ്ഞിരുന്നു തെളിവ് നശിപ്പിക്കാനായിട്ട്. പൈസ കുറച്ച് കയ്യിലുണ്ട്. ആ പൈസ എടുത്തു അദ്ദേഹം അവിടെ കിടന്നിട്ട് മുണ്ടിന്റെ കോന്തലയിൽ കെട്ടി. അപ്പൊ അടുത്തൊരാൾ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു ഇവിടെ മോഷണമൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം, പൈസ അങ്ങനെ തന്നെ കെട്ടി വെച്ചേക്ക് എന്ന് പറഞ്ഞു. എന്തൊക്കെയായാലും രാവിലെ ഉറക്കം എണീറ്റപ്പോൾ അദ്ദേഹത്തിന് പൈസ ഉണ്ടായിരുന്നില്ല, കൂടെ അടുത്ത് കിടന്ന ആളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആഹാരം കഴിക്കാൻ മാർഗമില്ല. രണ്ടാമത്തെ ദിവസം ഇങ്ങനെ ഇറങ്ങി നടന്നു, പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് എത്തി. അവിടെ വെച്ച് തന്നെ അദ്ദേഹം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തലകറങ്ങി വീണു. ഒരു മനുഷ്യനെ എടുത്തു, അദ്ദേഹത്തിന് നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു കേട്ട അനുഭവമാണ്, അദ്ദേഹത്തെ കോഴിക്കോടുള്ള ഒരു വലിയ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ജോലിക്ക് നിർത്തി. കൊട്ടാരം പോലെയുള്ള വീട്, സമൂഹത്തിലെ ഉന്നത സ്ഥാനമുള്ളവരാണ്. ആ വീട്ടിലാണ് അദ്ദേഹം ജോലിക്ക് നിന്നത്. ജോലിക്ക് നിന്ന് 13 ദിവസമേ ആ വീട്ടിൽ നിന്നുള്ളൂ. അടുക്കളയിലെ പെണ്ണുങ്ങൾ, അവിടുത്തെ ആ വീട്ടിലെ സ്ത്രീകൾ മുമ്പിലേക്ക് വരാറില്ല. അടുക്കളയുടെ ഭാഗത്തെ വരും. 2-3 ജോലിക്കാരുണ്ട്. അതിനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂം ഉണ്ട്. അവിടെയാണ് ഇദ്ദേഹത്തിന് കിടക്കാൻ സ്ഥലം കിട്ടിയത്. അദ്ദേഹം നേരിട്ട് പറഞ്ഞ ഒരു അനുഭവമാണ് ഈ 13 ദിവസവും ഇദ്ദേഹം ആ വീട്ടിലെ സ്ത്രീകളാൽ ലൈംഗികമായി പീഡിക്കപ്പെട്ടു. 13ാമത്തെ ദിവസം അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി, സഹിക്കാൻ വയ്യാതെ ഓടിച്ചെന്നു. അതിനുശേഷം നേരെ അഭയം പ്രാപിച്ചത് ബുഹാരി ഹോട്ടലിലാണ്. അവിടെ ടേബിൾ തുടയ്ക്കുന്ന ജോലിയിൽ ചേർന്നു. അവിടെയും ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് കോഴിക്കോട് സാംസ്കാരികമായിട്ട് വളരെ ഉയർന്നു നിന്ന് ഒരുപക്ഷെ KLF എല്ലാം നടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും ഏത് നഗരത്തിനും ചില ഇരുണ്ട വശങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ 6 മണി തൊട്ട് രാത്രി 6 മണി വരെ ജോലി ചെയ്യണം. അത് കഴിഞ്ഞ് 10 രൂപയാണ് കൂലി. അത് കഴിഞ്ഞ് കിടക്കുമ്പോൾ അവിടെ സ്വർഗഭോഗികളായിട്ടുള്ള ആൾക്കാർ ഇവരെ തേടിയെത്തും. അങ്ങനെ ഈ 13 വയസ്സുള്ള കൊച്ചു കുട്ടികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ. അദ്ദേഹം ഹോട്ടലുകൾ മാറി. എവിടെ ചെന്നിട്ടും ഇത് തന്നെ സ്ഥിതി. വേറെ മാർഗമൊന്നും മനസ്സിലായപ്പോൾ വഴങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബുഹാരി ഹോട്ടലിന്റെ ജോലിക്കാരനായി. വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ നേരെ ഇദ്ദേഹവും കൂട്ടുകാരൻ മണി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനാണ് സിനിമയ്ക്ക് പോകും. അവിടെ വെച്ചാണ് ഇദ്ദേഹം ലക്ഷ്മി ഏട്ടത്തെയും സൈനാത്തെയും പരിചയപ്പെട്ടത്. അവർ രണ്ടും 2 ലൈംഗിക തൊഴിലാളികളാണ്. അവരെ യാദൃശ്യമായി ഇവരുടെ കുട്ടികളെ കാണാൻ നേരം അവര് ചോദിച്ചു, പേരും ഒക്കെ മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടും കൂടെ നിൽക്കുമ്പോൾ ഈ ലക്ഷ്മി ഏട്ടത്തിക്ക് കാശ് കൊടുക്കാതെ ഒരുത്തൻ അന്ന് ഓടി, ഇവരുടെ വെട്ടിച്ചുകൊണ്ട് ഓടി. ആ ഓടിയ ഓട്ടത്തിൽ ഇവരുടെ അടുക്ക പിടിക്കടാന്ന് പറഞ്ഞ് ഇവർ രണ്ടും ഓടിച്ചിട്ട് പിടിച്ചു. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് കറക്റ്റ് 50 രൂപ എടുത്തിട്ട് ബാക്കി 100-300 രൂപയിലധികം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ബാക്കി ഇവർ കൊടുത്തു. അങ്ങനെ ഇവരുമായിട്ട് പരിചയമായി. അങ്ങനെ ഇവരെ ഈ മുഹമ്മദ് അബ്ബാസ് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് കടൽ തീരത്ത് വന്ന് ഇവരെ കാത്തിരിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം ഇവർ ചോദിച്ചു, നിനക്ക് എഴുതാൻ അറിയാവോ? എഴുതാൻ അറിയില്ല. അങ്ങനെ ലക്ഷ്മി ചേച്ചി സിഗരറ്റിന്റെ കവറിനകത്ത് ആദ്യമായിട്ട് അബ്ബാസിനെ എഴുതാൻ പഠിപ്പിച്ചത് കടൽ എന്നാണ്. സൈനാത്തായും പഠിപ്പിച്ചു. സൈനാത്ത ആദ്യമായിട്ട് എഴുതി കൊടുത്ത വാക്ക് ആകാശം എന്നുള്ളതുമായിരുന്നു. അങ്ങനെ പതുക്കെ കുറെ വാക്കുകൾ അവര് പഠിപ്പിച്ചു. അവരുടെ ഒരു നന്മ പറയുന്നുണ്ട്. ലൈംഗിക തൊഴിലാളികളാണ്, കുടുംബം പോറ്റാൻ വേണ്ടി ഇറങ്ങിയവരാണ്, മക്കൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ആ തൊഴിൽ സ്വീകരിച്ചവരാണെന്നുണ്ടെങ്കിലും ഇവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു പൊതിയൂടെ ഉണ്ടാവും. അവിടെ ഈ കോഴിക്കോട് ബീച്ചിലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഭ്രാന്തന്മാർക്ക് ഇവർ ഭക്ഷണം വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആണ് ഇദ്ദേഹം എഴുതാനും മലയാളം എഴുതുവാൻ പഠിച്ചത്. അപ്പൊ ഈ എഴുതുവാൻ പഠിച്ചത് ഞാൻ ആദ്യത്തെ ഈ ആത്മഹത്യാ ശ്രമത്തിനെ പറഞ്ഞ് നിർത്തുകയായിരുന്നു. ഈ ആത്മഹത്യാ ശ്രമത്തെ അദ്ദേഹം, അപ്പൊ ഈ പുസ്തകം, ഇനി ഈ പുസ്തകത്തിലേക്ക് വരാം. ഈ പുസ്തകം മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കഥകൾ, ലോകോത്തരമായിട്ടുള്ള കഥകൾ എന്ന് തന്നെ പറയാം. ആ കഥകളെ തന്റെ ജീവിതാനുഭവങ്ങളുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഇദ്ദേഹം രചിച്ച ഒരു പുസ്തകമാണ് ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ. വളരെ മനോഹരമായിട്ട്
എഴുതിയിട്ടുള്ള ഒരു പുസ്തകം. അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം ഒരു പെയിന്റടിക്കാരന്റെ ലോകസഞ്ചാരങ്ങളാണ്. അപ്പൊ ഇദ്ദേഹം ഈ ആത്മഹത്യയെ, ഈ അനുഭവത്തെ താരതമ്യപ്പെടുത്തുന്നത് ചന്ദ്രമതി എഴുതിയ അഞ്ചാമതൊരാൾ എന്ന പുസ്തകത്തിലെ സാവിത്രി എന്ന കഥാപാത്രവുമായിട്ടാണ്. സാവിത്രി ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. സാവിത്രിക്ക് പക്ഷെ പട്ടിണിയും ദാരിദ്ര്യവും ഒന്നുമില്ല. മക്കളുണ്ട്, 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിന് ജോലിയുണ്ട്. പക്ഷെ കിട്ടാത്തതൊന്നു മാത്രം സ്നേഹം മാത്രമാണ്. അമ്മായി അമ്മ കിടക്കുന്ന റൂമിലോട്ട് ചെല്ലാൻ പറ്റൂല. അവര് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വാതിൽക്കലോട്ട് ചെല്ലുമ്പോഴേ ഹോം നേഴ്സിനെ വിളിച്ചു പറയും, ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടും, ഇവളെ ഇതിനകത്ത് കയറ്റരുതെന്ന് പറയും. അമ്മായിയപ്പൻ പ്രമേഹം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാതില് തുറക്കാൻ നേരം ഹോം നേഴ്സാണെന്ന് പറഞ്ഞ് കാമാർത്ഥമായിട്ട് അദ്ദേഹം വിളിക്കുന്ന, സംസാരിക്കുന്ന ഭാഷ, സംസാരിക്കുന്നത് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടും കയറാൻ പറ്റൂല. മക്കളുടെ അടുക്ക ചെന്ന് കഴിഞ്ഞാൽ മൂത്ത മകൻ ഓടിക്കും, ഇളയ മകൾ പറയും, അമ്മ ഞാൻ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അമ്മ പോയി നോക്കൂ, അമ്മയുടെ ജോലി നോക്കിയാൽ മതി എന്ന് പറയും. പിന്നെ ഉള്ളത് ആകെയുള്ളത് കാമം ഉറങ്ങിക്കിടക്കുന്ന സ്വന്തം കിടപ്പറയാണ്. അവിടേക്ക് അവർക്ക് കയറുന്നത് തന്നെ മനമെടുപ്പുവാണ്. അങ്ങനെ ജീവിതം മടുത്താണ് സാവിത്രി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ആ സാവിത്രിയുടെ കഥയുമായിട്ടാണ് തന്റെ ജീവിതത്തെ അദ്ദേഹം കൂട്ടിയിണക്കുന്നത്. ഇണങ്ങുന്ന കണ്ണികൾ പലതും ഉണ്ട്, അത് അദ്ദേഹം അതിനകത്തുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. എന്നാലും ആ മകളുടെ ഉടുപ്പെടുത്ത് മണപ്പിക്കുന്ന രംഗം അദ്ദേഹം എഴുതുന്ന ഇങ്ങനെയാണ്. സാവിത്രി എഴുതിയത് ഇങ്ങനെയാണ്. സത്യനേശൻ എന്നാണ് ഭർത്താവിന്റെ പേര്. സത്യനേശന്റെ ബാഗിലേക്ക് തൂവാലയിൽ പതിഞ്ഞ ഉച്ചഭക്ഷണം എടുത്തു വെക്കുമ്പോൾ സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആഹാരം പാത്രം തുറക്കുന്നതിന് മുമ്പ് ആ വാർത്ത അദ്ദേഹത്തിന്റെ ചെവിയിലെത്തും. സഹതാപചിത്തരായ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ആദ്യ രാത്രിയുടെ പരിലാളനയേറ്റ മനോഹരമായ ശരീരം ഛിന്ന ഭിന്നമായി കിടക്കുന്നത് അദ്ദേഹം കാണും. ഒരുപക്ഷെ സാവിത്രിയുടെ ഈ കഥ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു വികാരം, ഭാര്യയെ സ്നേഹിക്കാത്ത ഏതൊരു മനുഷ്യനും ഭാര്യയെ ഒന്ന് ആശ്ലേഷിച്ചു പോകും. ഒരുപക്ഷെ വായന ഒരു മനുഷ്യനെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാക്കുന്നത് അങ്ങനെയാണ്. നെയ്പാസിസം വായിച്ചിട്ട് ഒരാൾക്ക് ഒരിക്കലും സ്വന്തം ഭാര്യയെ ഒന്ന് ആശ്ലേഷിക്കാതിരിക്കാൻ കഴിയില്ല. വായിച്ചു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ അത് ചെയ്തു. നെയ്പായസം പലരും വായിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. മാധവിക്കുട്ടിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. ഹൃദയത്തിൽ തട്ടുന്നതാണ്, ഉള്ളിൽ തട്ടുന്ന കഥയാണ്. അപ്പൊ അങ്ങനെയാണ് ഇദ്ദേഹം ഈ മരണത്തെ, തന്റെ ആത്മഹത്യാ ശ്രമത്തെ ഈ കഥയുമായിട്ടാണ് കൂട്ടിയിണക്കുന്നത്. ഇതേ രീതിയിൽ മലയാളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള, ഒരുപക്ഷെ ലോകോത്തരമായിട്ടുള്ള കഥകളെ അദ്ദേഹം തന്റെ ജീവിതവുമായി കൂട്ടിയിണക്കിയിരിക്കുന്നു. ഈ മനുഷ്യൻ, ഞാൻ ലക്ഷ്മിച്ചയുടെയും സൈനാത്തയുടെയും കഥ പറഞ്ഞു. ഇദ്ദേഹം ആ സമയത്ത് വായിക്കുകയൊക്കെ ചെയ്യും. മനോരമയും മംഗളവും ഒക്കെയാണ് വായിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സൈനാത്തയുടെ ലക്ഷ്മിയച്ചിയുടെ അടുക്ക വന്ന ഒരു ബുദ്ധിജീവി, സഞ്ചിയും ജുബയും ഒക്കെ തൂക്കി വന്ന ഒരാൾ കാര്യം കഴിഞ്ഞ് 10 രൂപയും കൊടുത്തൊരു പുസ്തകവും എടുത്തു കൊടുത്തിട്ട് പോയി. അപ്പം ലക്ഷ്മിയച്ചി അബ്ബാസിനെ കണ്ടപ്പം അബ്ബാസിന്റെ ഈ പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, അയാളെ ഒരു തെറിയും വിളിച്ചിട്ട് പറഞ്ഞു, അവൻ ഈ പുസ്തകം തന്നിട്ട് പോയി, എനിക്ക് എന്തിനാ ഈ പുസ്തകം, നീ കൊണ്ടുപോയി വായിക്കാൻ പറഞ്ഞു. കഥയുടെ കഥാകാരൻ ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്കായിരുന്നു ആ പുസ്തകം. ആ പുസ്തകം അദ്ദേഹം കടൽ തീരത്ത് കിടന്ന് വായിക്കാൻ നോക്കി, വെട്ടമില്ലായിരുന്നു. ബുഹാരി ഹോട്ടലിൽ ചെന്ന് അതിന്റെ ടെറസിൽ കിടന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, താൻ ഇതുവരെയൊക്കെ വായിച്ചതൊന്നും അല്ല, ഇതെന്തോ വ്യത്യസ്തമായിട്ടുള്ളത് എന്താണ്. അതിന്റെ അർത്ഥമൊന്നും പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലേലും അത് അദ്ദേഹത്തിൽ ഒരു പുതിയ ആവേശം ശരിക്കും സൃഷ്ടിച്ചു. ഒരുപക്ഷെ ബഷീറിന്റെ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ബഷീർ കാരണം എഴുത്തുകാരായിട്ടുള്ളവര് മലയാളത്തിൽ എത്ര ഉണ്ടെന്ന് പറയില്ല. നമുക്കറിയാമല്ലോ ആടുജീവിതം എഴുതിയ
ബെന്യാമിന്റെ അനുഭവം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ബഷീർ MGയുടെ അടുക്ക പറയുന്നുണ്ട്, നമ്മൾ വായിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൊമെയിൻ റോളാൻഡ് എഴുതിയ ജീൻ ക്രിസ്റ്റോഫ് എന്ന് പറയുന്ന നോവൽ വായിക്കണം. 1905 എഴുതിയതാണ്. ഈ പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞു. അത് പറയുന്നത് MGയോട് പറയുന്നത് ബെന്യാമിൻ വായിച്ചിട്ടുണ്ട്. ബെന്യാമിൻ പറഞ്ഞിട്ടുണ്ട്. ബെന്യാമിൻ ഇത് കേട്ടുകൊണ്ട് ബെന്യാമിൻ ആ പുസ്തകം എടുത്തു. ഏതാണ്ട് 10 വോള്യങ്ങളായിട്ട്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ്, 10 വോള്യങ്ങളായിട്ട് ഉള്ള ഒരു വളരെ വലിയ നോവലാണത്. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വായനയിലെ ഏറ്റവും വഴിത്തിരിവായത് എന്ന് ബെന്യാമിൻ പറഞ്ഞിട്ടുണ്ട്. ബഷീർ നമ്മൾ ലോകം സഞ്ചരിച്ച് ലോകം മുഴുവൻ കണ്ട മനുഷ്യനാണ്. അനുഭവങ്ങൾ ധാരാളം, കടല് പോലെ അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനാണ് ബഷീറെങ്കിലും ബഷീറിന് വളരെ ആഴത്തിലുള്ള വായനയുള്ള മനുഷ്യനെ അത് ഒരുപക്ഷെ പലർക്കും അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ബഷീറാണ് ഇദ്ദേഹത്തെ വായനയിലേക്ക് നയിച്ചത്. ബഷീറും ഇദ്ദേഹവുമായിട്ട് വളരെയധികം പല കാര്യങ്ങളിലും സാമ്യപ്പെട്ട് കിടക്കുന്നു. രണ്ടുപേർക്കും അനുഭവങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ബഷീറിനെ എല്ലാവർക്കും അറിയായിരിക്കും ചിത്തരോഗം ഉണ്ടായിരുന്നു എന്നുള്ളത്. ചെറിയ മാനസിക രോഗം ഉള്ളയാളായിരുന്നു ബഷീർ. ചെറുതല്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബഷീർ ചെറുപ്പകാലത്ത് ഒരു സമയത്ത് വളരെ നല്ലതുപോലെ കുടിക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം മദ്യം തൊട്ടിട്ടില്ല. പുകവലിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും മദ്യം തൊട്ടിട്ടില്ല. അപ്പൊ വിശ്വവിഖ്യാതമായ മൂക്ക് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിനെ കുറെയൊക്കെ തന്റെ സ്വന്തം അനുഭവങ്ങളുമായിട്ടാണ് തോന്നിയത്. അതിനകത്തെ മൂക്കനും എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല, കണക്ക് കൂട്ടാൻ അറിയില്ല. മാസാമാസം അമ്മ വന്ന് ശമ്പളം മേടിച്ചുകൊണ്ട് പോകും, മൂക്കിപ്പൊടി മേടിച്ച് ആവശ്യമുള്ളത് കൊടുക്കും. അപ്പൊ അങ്ങനെ ഈ മൂക്ക് നീണ്ട കഥയും ഒക്കെ കണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പുസ്തകമാണ്. അങ്ങനെയാണ് അദ്ദേഹം വായനയുടെ ലോകത്തിലേക്ക് കടക്കുന്നത്. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കുറവ് കൊണ്ട് എനിക്കൊരു 8:45 നേരം നിർത്തി കഴിഞ്ഞ് ബാക്കി ഡിസ്കഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ അദ്ദേഹം വായനയുടെ ലോകത്തേക്ക് കടന്നു. അദ്ദേഹം അതിനുശേഷം ഈ ആദ്യത്തെ പുസ്തകത്തിലേക്ക് എത്തുന്നത് കോവിഡ് കാലത്തിന് ശേഷം വന്ന ഒരു എഴുത്തുകാരനാണ് ഇദ്ദേഹം. കോവിഡ് കാലത്ത് ഇദ്ദേഹം വായിച്ച പുസ്തകങ്ങളെ പറ്റി, ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കൃതികളെല്ലാം അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കുറിപ്പുകൾ എഴുതാൻ തുടങ്ങി, ഏകദേശം 40ഓളം കുറിപ്പുകൾ. ഈ കുറിപ്പുകൾ കണ്ട പ്രൗഢ ബുക്സ്, കൊല്ലത്തുള്ള പ്രൗഢ ബുക്സ്, ഞാനും അദ്ദേഹമായിട്ട് അങ്ങനെ കൊല്ലമായിട്ടൊരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. ഈ ബുക്സ് അദ്ദേഹത്തെ സമീപിക്കുകയും ഇത് പുസ്തക രൂപത്തിൽ ഇറക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം ചോദിച്ചത് 10 കോപ്പിയെങ്കിലും വിറ്റ് പോകുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, നമുക്ക് വിറ്റ് പോകുമെന്ന് പറഞ്ഞ് കോപ്പി ഇറക്കാൻ തയ്യാറായി. അങ്ങനെ അവര് ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത, അതിൽ നിന്ന് ഇദ്ദേഹം സെലക്ട് ചെയ്ത കുറെ പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലോകസഞ്ചാരങ്ങൾ എന്ന് പറയുന്ന ലോകോത്തരമായിട്ടുള്ള കൃതികളെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരു പെയിന്റടിക്കാരന്റെ ലോകസഞ്ചാരങ്ങൾ എന്ന പുസ്തകം ഇറങ്ങി. അതിന് വളരെ വലിയ ഒരു സ്വീകരണമാണ് ലഭിച്ചത്. ആദ്യം പ്രൗഢ ബുക്സ് ആണെന്നുണ്ടെങ്കിലും പിന്നീട് അത് മാതൃഭൂമി ബുക്സ് ഏറ്റെടുക്കുകയുണ്ടായി. ഞാൻ ഈ പുസ്തകത്തിലേക്ക് തന്നെ വരാം. അതിനകത്തെ ആദ്യത്തത് നമുക്കെല്ലാവർക്കും അറിയാം, കടൽ തീരത്തെന്ന OV വിജയന്റെ മനോഹരമായ കഥ. ഞാൻ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ട്രെയിനേഴ്സ് ഓൺലൈൻ കോമ്പറ്റീഷനിൽ പറഞ്ഞു തുടങ്ങിയത് അവിടെയാണ്, കടൽ തീരത്തിലാണ് തുടങ്ങിയത്. ഒരുപക്ഷെ ഏറ്റവും മികച്ച ഒരു കഥ തിരഞ്ഞെടുക്കാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കുക കടൽ തീരത്തായിരുന്നു. അത്രയ്ക്ക് ഹൃദയത്തിൽ തട്ടിയ, ഉള്ളിൽ തട്ടിയ ഒരു കഥയാണ്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അത് അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇത് എഴുതുന്നത് കാറ്റുപാറ, ഞാൻ പറഞ്ഞല്ലോ ബുഹാരി ഹോട്ടൽ ബോയി ആയിട്ട് വർഷങ്ങളോളം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം കാറ്റുപാറ കുന്നെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഒരു കുന്നിൽ കുറെ കാലം താമസിച്ചിരുന്നു. ഒറ്റപ്പെട്ട ഒരു കുന്നാണ്. ആ കുന്നിന്റെ മുകളിൽ ഒരു ആഞ്ഞിലി ഉണ്ട്. ആഞ്ഞിലിയിൽ നിന്ന് ഒരു വടം താഴോട്ടിട്ടിട്ടുണ്ട്. ഈ വടത്തിൽ കൂടി 10-40 പടികൾ, വഴുക്കുള്ള പടി പിടിച്ച് മണ്ടയ്ക്ക് എത്തണം. മണ്ടയ്ക്ക് ഒരു കുടിലാണുള്ളത്. അവിടെ കുറെ റബ്ബർ മരങ്ങളുണ്ട്. അത് ടാപ്പ് ചെയ്ത് ഇദ്ദേഹം വിറ്റ് ആണ് ജീവിച്ചിരുന്നത്. അവിടുന്ന് ആഴ്ചയിൽ ഒരിക്കലേ ഇദ്ദേഹം താഴേക്ക് ഇറങ്ങാറുള്ളൂ. അവിടെ വന്ന് കാപ്പിയൊക്കെ കുടിക്കും. എന്നിട്ട് ഒരു ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളും എടുത്ത് മേപ്പോട്ട് പോകും. അങ്ങനെ കിട്ടിയ ഒരു പുസ്തകമാണ്. ലൈബ്രറി അടയ്ക്കാൻ സമയമായതുകൊണ്ട് ഏതാണെന്നൊന്നും നോക്കാതെ എടുത്തുകൊണ്ട് പോയി വായിച്ച പുസ്തകമാണ് ഈ കടൽ തീരത്ത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും അറിയായിരിക്കും.
വെള്ളായിയപ്പൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പുറകിൽ കൂട്ടാ നിലവിളിയുക. അവിടെ മാത്രമല്ല, അമ്മിണിയക്കന്റെ തൊട്ടടുത്തുള്ള അമ്മിണിയക്കന്റെ വീട്ടിലും മുത്തുരാവുത്തന്റെ വീട്ടിലും ആളുകൾ ജാഗരൂകരായി. അവിടെ എല്ലാം ഒരു വിഷാദം തളം കിട്ടി നിന്നു. അവിടെ മാത്രമല്ല, ആ പാഴുതറയിലെ 50 കുടിലുകളിൽ അത്രയും സഹാനുഭൂതിയും വിഷാദവും കുടികൊട്ടി. വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് യാത്രയായി. ആ വെള്ളായിയപ്പനൊപ്പം യാത്ര ചെയ്യുകയാണ് അദ്ദേഹം. അവിടെ നിന്ന് ഞാനും ആ വെള്ളായിയപ്പനൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കഥ. അതിലെ കൂടുതൽ രംഗങ്ങളിലേക്ക് പോകുന്നില്ല. അവസാനം കുറെ പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വെള്ളായിയപ്പന്റെ മകൻ ആണ് കണ്ടുണ്ണി. കണ്ണൂർ ജയിലിൽ വധശിക്ഷ അടുത്ത ദിവസം നടപ്പാക്കാനിരിക്കുകയാണ്. ആ മകനെ കാണാനാണ് വെള്ളായിയപ്പൻ പോകുന്നത്. വെള്ളായിയപ്പൻ ഒന്നും അറിയില്ല, എഴുത്തുമാനെ ഒന്നും അറിയില്ല, ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. ആ കണ്ണൂരിലേക്ക് പോകുന്ന രംഗങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഒരുപക്ഷെ വിഷ്വലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ആ വിഷ്വലിൽ കൂടെ നമ്മൾ സഞ്ചരിക്കും. അവിടെ ചെന്ന് ജയിലിൽ ചെന്ന് മകനെ കാണുന്ന രംഗമുണ്ട്. മകന്റെ അടുക്ക ചോദിക്കുന്നു, കണ്ടുണ്ണി നീ കൊലപാതകം ചെയ്തു? കണ്ടുണ്ണി പറയുന്നു, എനിക്ക് അറിയില്ലപ്പാ. എന്നെ തൂക്കിക്കൊല്ലാൻ വിട്ടുകൊടുക്കല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന രംഗമുണ്ട്. അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ പുറത്തു വരുന്നു. പുറത്തു വന്ന് മകന്റെ രാവിലെ 5 മണിക്കാണ് തൂക്കിലേറ്റുന്നത്. കയ്യിൽ വാച്ചില്ലെന്നുണ്ടെങ്കിലും പ്രകൃതിയുമായിട്ട് ആ ഇണങ്ങി ജീവിച്ച മനുഷ്യൻ ആ സമയം തിരിച്ചറിയുന്നു. തിരിച്ചറിഞ്ഞതിന് ശേഷം, മരണമടഞ്ഞതിന് ശേഷം, ഈ തൂക്കിലേറ്റിയതിന് ശേഷം ജയിലധികൃതർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, കാരണവരെ നിങ്ങൾ ഈ ശവം സംസ്കരിക്കുന്നുണ്ടോ? ഇല്ല ഏമാനെ, എന്റെ ഈ കാശില്ല. എന്നിട്ട് സർക്കാർ ചെലവിൽ അത് സംസ്കരിക്കാൻ പോകുന്നു. അവിടെ വിജയൻ എഴുതിയിരിക്കുന്നു, പേറ്റച്ചിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നത് പോലെ വെള്ളായിയപ്പൻ തന്റെ മകന്റെ ശവം ഏറ്റുവാങ്ങി മകന്റെ നെറ്റിയിൽ അന്ത്യചുംബനവും അർപ്പിച്ചിട്ട് ഈ മനുഷ്യൻ എങ്ങോട്ടൊന്നില്ലാതെ നടക്കുകയാണ്. നടന്നെത്തുന്നത് ഒരു കടൽ തീരത്താണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ തന്റെ കോടച്ചി പൊതിഞ്ഞു കൊടുത്ത, കയ്യിൽ എന്തോ നനവ് പൊതിഞ്ഞ് നോക്കിയപ്പോൾ കോടച്ചി പൊതിഞ്ഞു കൊടുത്ത പൊതിച്ചോറ് കയ്യിൽ ഉണ്ടായിരുന്നു. അതഴിച്ച് അദ്ദേഹം ആ കടൽ തീരത്തേക്ക് ഇടുന്നു. എങ്ങു നിന്നോ വന്ന ബലിക്കാക്കകൾ അത് കുത്തിത്തീരുന്നിടത്ത് ആ കഥ തീരുകയാണ്. ഈ കാറ്റുപാറക്കുന്നിലിരുന്ന് ഇദ്ദേഹം വെള്ളായിയപ്പനോടൊപ്പം സഞ്ചരിക്കുന്നതായിട്ടാണ് ആ കഥ വരുന്നത്. ബഷീറിന്റെ കഥ, വിശ്വവിഖ്യാതമായ മൂക്ക്, ഞാൻ പറഞ്ഞു. ബഷീറിനെ പറ്റി അവിടെ ഇതും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞ മൂക്കനുമായിട്ട് സാദൃശ്യമുണ്ട്. ബഷീറിന്റെ അവിടെ അദ്ദേഹം വരച്ചിടുന്നു. മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്നാണ് സേതുവിന്റെ ദൂത്. രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണത്തിലൂടെ ഇതൾ വിരിയുന്ന അപൂർവം കഥകളിൽ ഒന്നാണ്. പാണ്ഡവപുരം വായിച്ചിട്ടുള്ളവർ ഒരുപാടുണ്ടാവും. ദൂത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പാണ്ഡവപുരം വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. ദൂത് എനിക്ക് നേരിട്ട് വായിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ അതിനുശേഷമാണ് ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഞാൻ ദൂത് നോക്കുന്നത്. അതില് അച്ഛനും മകനും അവർക്കിടയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ മകൻ വിട്ടുപോകുന്നു. മകന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് അച്ഛന്റെ അടുക്ക് എത്തുന്ന, അച്ഛൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അദ്ദേഹത്തിന്റെ സംഭാഷണം ഒരു ആക്ഷേപഹാസ്യം കലർന്ന രീതിയിൽ എല്ലാത്തിനെയും കാണുന്ന ഒരു മനുഷ്യനാണ് രാവുണ്ണിമേനോൻ. അദ്ദേഹത്തുമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ പോകുന്ന മനോഹരമായിട്ടുള്ള കഥ, അതിനോട് സാദൃശ്യമായിട്ടുള്ള അനുഭവം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വഴി ഇദ്ദേഹത്തിനും ഉണ്ടാകുന്നു. ആ സുഹൃത്തിന്റെ ബാപ്പ ഇദ്ദേഹത്തെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഇദ്ദേഹത്തെ വെറുക്കുകയും അതോടൊപ്പം മകനുമായിട്ട് ഏകദേശം 13 വർഷം അകന്ന് ഒരു വീട്ടിൽ കഴിയുകയും അവിടെ കിടന്ന് മരിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ വളരെ ഹൃദയസ്പർശിയായിട്ട് അദ്ദേഹം ഈ ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ എന്ന നോവലിലൂടെ എഴുതി വച്ചിരിക്കുന്നു. അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് മുണ്ടൂർ രാമൻകുട്ടിയുടെ മൂന്നാമതൊരാൾ എന്ന കഥ. രണ്ടുപേരെ മാത്രം ഉള്ള ഒരു കഥയിൽ മൂന്നാമതൊരാൾ അദൃശ്യ സാന്നിധ്യമായി വന്ന്
വളരെ തീവ്രമായിട്ടുള്ള ഒരു വായനാനുഭവം വായനക്കാരന് നൽകുന്ന കഥയാണ് മൂന്നാമതൊരാൾ. തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇരിങ്ങാലക്കുടയിൽ നിന്നും അവസാന ബസ്സിന് കയറി ആലിന്റെ ചുവട്ടിൽ വച്ചിറങ്ങുമ്പോൾ രാത്രിയായി കഴിഞ്ഞിരുന്നു. മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുട്ടിലൂടെ അദ്ദേഹം നടന്നപ്പോ മകൻ ചോദിച്ചു, അച്ഛാ ഒരു ചൂട്ടെടുക്കാമായിരുന്നില്ലേ? അപ്പൊ അദ്ദേഹം ഓർത്തു, ഒരു ചൂട്ടെടുക്കാമായിരുന്നു, പക്ഷെ ചൂട്ടെടുക്കണമെങ്കിൽ ഇനിയും സഞ്ചരിച്ച് അത്രയിൽ കൂടുതൽ ദൂരം തിരിച്ചു നടക്കണം. അദ്ദേഹം മകനോട് പറഞ്ഞു, മകനെ സൂക്ഷിച്ച് നടക്കണേ, കാല് പൊക്കി വെച്ച് നടക്കണേ, ഇല്ലെന്നുണ്ടെങ്കിൽ എരടി പൊട്ടും. മകനെ ചേർത്ത് പിടിച്ച് അദ്ദേഹം നടന്നു. പിന്നിൽ ആരോ നടക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അച്ഛനും മകനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ പറഞ്ഞു, അച്ഛാ എനിക്ക് തിരിച്ചു പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു തോക്ക് വാങ്ങിത്തരണേ. അച്ഛൻ പറഞ്ഞു, വാങ്ങിത്തരാമോ? വാങ്ങിത്തരാമെന്നൊക്കെ പറയും. അവിടെ ചെല്ലുമ്പോ സമയമില്ലെന്ന് പറഞ്ഞ അച്ഛൻ എന്നെയും പിടിച്ചുകൊണ്ട് പോകും. വാങ്ങി തന്നില്ലെങ്കിലാ ഞാൻ കാണിച്ചു തരാം എന്ന് മകൻ പറയും. അപ്പോഴാണ് അങ്ങനെ ഇവര് നടന്നു പോവുകയാണ്. അദ്ദേഹം ഓർക്കുന്നത് 2 വർഷം മുമ്പ് ഇതുപോലെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ മോൻ വെള്ളത്തിൽ ഓടുന്ന ഒരു ബോട്ട് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ വണ്ടി പോവും എന്ന് പറഞ്ഞ് ഇദ്ദേഹം ധൃതി പിടിച്ചപ്പോൾ, എന്തിനാ ഏട്ടാ ധൃതി, അവന് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തോട് പറയുന്ന ആ രംഗം അദ്ദേഹം ഓർക്കുകയാണ്. എന്തിനോ വേണ്ടിയൊക്കെ ധൃതി പിടിച്ച് ഓടുന്ന നമ്മള് ചിലരൊക്കെ ഇല്ലാതാവുമ്പോഴാണ് ആ ശൂന്യത മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് നമ്മുടെ ഹൃദയം ഉലയ്ക്കുന്ന രീതിയിലുള്ള രംഗങ്ങളാണ്. അദ്ദേഹം ആ വീട്ടിൽ ചെല്ലുന്നതും, വീട്ടിൽ അദ്ദേഹം അതിനു മുമ്പിലത്തെ ആഴ്ചയിൽ ഭാര്യയുമായിട്ട് അതിനു മുമ്പിലത്തെ വരവിൽ ഒന്നിച്ചു കടന്ന മുറിയുടെ ഓർമ്മകളും, അതുപോലെ അദ്ദേഹം അമ്പലത്തിലൊന്നും നമുക്കിതെല്ലാം അദൃശ്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാം തുറന്ന് എഴുതിയേക്കുന്ന ഒരു രീതിയല്ല അതിനകത്ത്. രാവിലെ കുഞ്ഞുമായിട്ട് ഉണർന്നെണീറ്റ് അമ്പലത്തിൽ പോകുന്നു. അമ്മയുടെ അടുക്ക പറയുന്നു, അമ്മയെ രാവിലെ വിളിക്കണേ, അമ്പലത്തിൽ പോകാനാണ്. അമ്മ മകനെ നോക്കി. ആ നോട്ടത്തിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്താണ് ആ പറഞ്ഞതിന് പിന്നില് ഉള്ള കാരണം ഒക്കെ അമ്മയുടെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുന്നു തിരിച്ച് വരുമ്പോ മോനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് പറയുന്നു, മോനെ തോക്ക് വാങ്ങിത്തരാട്ടോ. വളരെ ഹൃദയത്തിൽ നമ്മളെ സ്പർശിക്കുന്ന ഒരു കഥയാണ് മുണ്ടൂർ രാമൻകുട്ടിയുടെ മൂന്നാമതൊരാൾ. അതും അദ്ദേഹം സ്നേഹബന്ധങ്ങളുടെ വില വീട്ടുകാരെയുമായിട്ടല്ല അകന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോയി പടയും ഉമ്മടയും ഒക്കെ സ്നേഹത്തെ പറ്റി ആലോചിക്കുകയാണ് കാറ്റുപാറക്കുന്നിലിരുന്ന്. അവിടെ ഇരുന്നൊരു സന്ധ്യയ്ക്കാണ് ഇദ്ദേഹം ഈ കഥ വായിക്കുന്നത്. അങ്ങനെ അതും അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെയുണ്ട് ഇദ്ദേഹം ഭ്രാന്തിന് പല പ്രാവശ്യം ചികിത്സ തേടിയിട്ടുണ്ട്. 13 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കെത്തിയത്, അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഒന്നിലും താല്പര്യമില്ല, ഒന്നും വായിക്കാൻ താല്പര്യം ഇല്ലാതിരുന്ന ഒരു സമയത്ത്, ഒന്നിനോടും യാതൊരുവിധ വികാരങ്ങളും ഇല്ല, എങ്ങനെയും മരിച്ചാൽ മതി എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ കഴിയും. ഭ്രാന്ത് വരുമോ എന്നുള്ള ഒരു പേടി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തായിരുന്നെങ്കിൽ അതൊരു വിഷാദ രോഗമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം പറഞ്ഞിട്ട്. പക്ഷെ പഴയ കാലത്ത് നമുക്കറിയാം ഷോക്ക് അടിപ്പിക്കുന്ന കാലമാണ്. ഭ്രാന്ത് വന്നിട്ടുള്ള സാഹിത്യകാരന്മാർ വേറെ, ഭ്രാന്തിന് ചികിത്സിക്കപ്പെട്ടിട്ടുള്ള സാഹിത്യകാരന്മാർ വേറെ ഉണ്ട്. കെ.പി. രാമനുണ്ണി മാഷ് ഇനി ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള കാര്യമൊക്കെ ഒരുപക്ഷെ അറിയായിരിക്കും, പലർക്കും അറിയായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ ഒരു ശരിക്കും വിഷാദ രോഗമായിരുന്നു എന്നാണ് പറയുന്നത്. പി.എം. മാത്യു വലിയ മരുന്നില്ലാതെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ രോഗമാണ് അദ്ദേഹത്തിൻ്റെത്. ഇദ്ദേഹത്തിനെ ഷോക്ക് അടിപ്പിക്കുന്നതിന്റെ വക്കിലെത്തിയിരുന്നു. അപ്പൊ ഭ്രാന്താശുപത്രിയിൽ ഇദ്ദേഹം കിടന്ന സമയത്താണ് MTയുടെ ചെറിയ ചെറിയ ഭൂമികുലുക്കങ്ങൾ എന്ന് പറയുന്ന കഥ വായിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഓക്കെ, മൂന്നാമതൊരാൾ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കഥാതന്തുവാണ്. യെസ്, സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന സിനിമ പലർക്കും ഓർമ്മയുണ്ടായിരിക്കും.
ജാനകിക്കുട്ടിയുടെ മനസ്സിന്റെ വിഹ്വലതകളാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ സ്വന്തം മനസ്സിന്റെ വിഹ്വലതകളോട് സാദൃശ്യമായിട്ടുള്ള ഇദ്ദേഹം വായിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കൂട്ടുകാരിയെ ആ പുസ്തകത്തിലൂടെ കിട്ടുകയായിരുന്നു. അതോടെ അദ്ദേഹത്തിന് അതുവരെ വായനയിൽ നഷ്ടപ്പെട്ടിരുന്ന ആ ശ്രദ്ധ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി, ഓർമ്മ തിരിച്ചു കിട്ടി, വികാരങ്ങൾ തിരിച്ചു കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം മരണത്തെ സ്വീകരിക്കാൻ 3 പ്രാവശ്യം ശ്രമിച്ച് പരാജയപ്പെട്ട മനുഷ്യനാണെന്നുണ്ടെങ്കിലും ഒരിക്കൽ മരണം അദ്ദേഹത്തെ തേടി വന്ന ഒരു കാര്യവും പറയുന്നുണ്ട്. അത് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ചെറുകഥ ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള കഥയാണ്. ഈ കഥകളൊക്കെ പലപ്പോഴും എനിക്കും ഇതിനു മുമ്പ് തന്നെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം കൂടെയാണ്. ചില സ്ഥലങ്ങളിലേക്ക് വളരെ മനോഹരമായിട്ടുള്ള, അതായത് ഒരു വെള്ളപ്പൊക്ക കാലത്തെ കഥയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു നായയുടെ കഥയാണ്. ചേന്നൻ എന്ന് പറയുന്ന പറയന് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് വെള്ളം പൊങ്ങുന്നു. ഒരു കുടിലുണ്ട്. കുടിലിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും, ഗർഭിണിയായ ഭാര്യയും 4 കുട്ടികളും ഒരു പട്ടിയും പൂച്ചയും ഉണ്ട്. അപ്പൊ കുടിലിങ്ങനെ മുങ്ങി മുങ്ങി അതിന്റെ തട്ടിന്റെ മേളി വരെ വെള്ളം എത്തിയപ്പോൾ ഇദ്ദേഹം മുങ്ങി മരിക്കുമെന്ന് വിചാരിച്ചു. അതിലേ പോയ ഒരു കെട്ടുവള്ളം ഒച്ചത്തിൽ വിളിച്ചപ്പോൾ ആ വള്ളം അടുത്ത് വന്നപ്പോൾ ഇദ്ദേഹം ആ വള്ളത്തിൽ കയറി, കുട്ടികളെയും എല്ലാം കയറ്റി, പൂച്ച കയറി, ഇയാളും കയറിയപ്പോൾ വള്ളം നീങ്ങി. പട്ടി എവിടെയോ അതിന്റെ പുറത്ത് മണത്ത് കിടക്കുകയായിരുന്നു. പട്ടി ഇത് ശ്രദ്ധിച്ചില്ല. വള്ളം പോയി കഴിഞ്ഞപ്പോഴാണ് പട്ടി ഒറ്റയ്ക്കായത് പട്ടിക്ക് മനസ്സിലായത്. പട്ടി ഇരുന്ന് മോങ്ങാൻ തുടങ്ങി. ഒറ്റയ്ക്കാക്കപ്പെടുന്ന പട്ടിയുടെ മോങ്ങല് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? വളരെ ദയനീയമാണ്. ഞാനത് കേട്ടിട്ടുണ്ട്. എന്റെ വീട്ടില് ഈ പ്രാവശ്യം 3 പട്ടികളാണ് പെറ്റത് കേട്ടോ. പട്ടികളൊക്കെ ഇങ്ങനെ സ്ഥിരം പ്രസവിക്കുന്നതുകൊണ്ട് അതിലൊരു കുട്ടി ഒറ്റയ്ക്കായി കഴിഞ്ഞാലുള്ള കരച്ചിലിന്റെ തീവ്രത ഭയങ്കരമാണ്. അപ്പൊ ഈ പട്ടി ഇരുന്ന് മോങ്ങാൻ തുടങ്ങി. അതിനകത്ത് തകഴി പറയുന്നത് ഒരു പട്ടിയാണെന്നുള്ള രീതിയിലല്ല, അതിനെ മറ്റൊരു ജീവിയായിട്ട് അതിന്റെ വികാരങ്ങൾ നമ്മളിലേക്ക് പ്രതിഫലിപ്പിക്കുകയാണ്. ഈ പട്ടി രക്ഷപ്പെടാനുള്ള പലരും വേറെ വള്ളമൊക്കെ വന്നെങ്കിലും രക്ഷപ്പെട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഈ യജമാനന്റെ കൊലയൊക്കെ മോഷ്ടിക്കാൻ വരുന്നുണ്ട്. ഈ പട്ടി ഇത്രയും ദുർഘടാവസ്ഥയിലാണെന്ന് ഈ യജമാനന്റെ മോഷ്ടിക്കാൻ വരുന്നവരെ ഓടിക്കുന്നുണ്ട്. എന്നിട്ട് പട്ടി മനസ്സിൽ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഞാൻ മനുഷ്യനെ സ്നേഹിക്കുകയില്ല. അങ്ങനെ ഈ പട്ടി അവസാനം മുതല പിടിച്ച് മരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു വെള്ളപ്പൊക്കത്തിൽ ഈ കാറ്റ് പറക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോവുകയും ആഹാരം കഴിക്കാനില്ലാതെ അവസാനം അബോധാവസ്ഥയിലാകുകയും വെള്ളം ഇറങ്ങിയപ്പോൾ ആളുകൾ വന്ന് രക്ഷിക്കുകയും ചെയ്ത കഥ ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന കഥകളുമായിട്ട് ചേർത്ത് വെച്ചാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ മലയാളത്തിലെ മനോഹരമായിട്ടുള്ള വളരെയധികം കഥകളെ തന്റെ ജീവിത സാഹചര്യവുമായി കൂട്ടിയിണക്കി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്രയധികം തീവ്രമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ അദ്ദേഹം ചെയ്യാത്ത ജോലിയില്ല. ഹോട്ടലിലെ ടേബിൾ തുടച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പെയിന്റ് പണിക്കാരനായിരുന്നു. വാർണിഷ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കക്കൂസ് മാലിന്യം കോരാനായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. ഒരുപക്ഷെ തകഴി തോട്ടിയുടെ മകൻ എഴുതിയത് അവരെ നിരീക്ഷിച്ചുകൊണ്ടാണ് എഴുതിയത്. നമ്മൾ പല കഥകളും, വിഖ്യാതമായിട്ടുള്ള പല കഥകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ജീവിതം പുറത്തു നിന്ന് കണ്ടിട്ട് എഴുതിയതാണ്. ഇത് ജീവിതം ഇദ്ദേഹം അകത്തു നിന്ന് അനുഭവിച്ചിട്ട് എഴുതുന്നതാണ്. നമുക്കിവിടെ ഗോത്ര കവിതകളെ പറ്റി അറിയാമോ? നമുക്ക് കേരളത്തിലൊരു മലയാളം കൂടാതെ ഒരു 10-34 ഭാഷ കൂടിയുണ്ട്, ഗോത്രഭാഷകളുണ്ട്. ഈ ഗോത്രഭാഷകളിൽ കവിത എഴുതുന്ന കവികൾ അവർ ഈ കുറച്ച് വർഷങ്ങളായതേ ഉള്ളൂ പ്രയാരത്തിലോട്ട് വന്ന്. അശോകൻ മറയൂർ, എന്തോ ഒരു ചാലികന്ത, അങ്ങനെ കുറെ കവികളുണ്ട്. അവര് കാടിനകത്ത് നിന്ന് കാടിനെ കണ്ടുകൊണ്ട് എഴുതി കവിതകൾ എഴുതാൻ തുടങ്ങി. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കാടിന് പുറത്ത് നിന്ന് കാടിനെ കണ്ട് എഴുതിയവരാണ്. അതേപോലെ തന്നെയാണ് അബ്ബാസിന്റെ കഥ. അബ്ബാസ് ജീവിതത്തിനകത്ത് നിന്ന് കണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു പുസ്തകം. അദ്ദേഹത്തിന്റെ 4ാമത്തെ പുസ്തകമാണ് ഇത്. 2ാമത്തെ പുസ്തകം വിശപ്പ്, കാമം, ഉന്മാദം, അങ്ങനെയാണ് അതിന്റെ. വിശപ്പ്, പ്രണയം, ഉന്മാദം 2ാമത്തെ പുസ്തകം അതാണ്. അത് വളരെ ഈ പ്രൗഢ ബുക്സിന് ശേഷം ആദ്യത്തെ പുസ്തകം മാതൃഭൂമി ബുക്സ് ഏറ്റെടുത്തു. വിശപ്പ്, പ്രണയം, ഉന്മാദം ആദ്യം പ്രൗഢ ഇറക്കി, 2ാമത് മാതൃഭൂമി ഏറ്റെടുത്തു.
എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ അത് ഒരു 8 പതിപ്പുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ ഇറക്കിയത് DC ബുക്സ് ആണ്. ഞാൻ കർണന്റെ കാര്യം പറഞ്ഞത്, കർണനെ പോലെ ഇദ്ദേഹവും അക്ഷരം ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ച പ്രഭാകരൻ സാർ അദ്ദേഹത്തെ അറിഞ്ഞിട്ടാണോ വെച്ചതെന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഗുരുമുഖത്തൊന്നും പഠിച്ചിട്ടില്ല, അക്ഷരം പഠിച്ചിട്ടില്ല, അദ്ദേഹത്തെ അക്ഷരം പഠിപ്പിച്ച ആരാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് മനോഹരമായ തീവ്രമായിട്ടുള്ള മനസ്സിന് പ്രകാശം മനസ്സിൽ കുളിർമ നൽകുന്ന, ഒരുപക്ഷെ വേദനയോടെ അല്ലാതെ അദ്ദേഹത്തിന്റെ അനുഭവത്തെ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെയും നമുക്ക് വായിക്കുവാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ ഇനിയും അദ്ദേഹത്തിൽ നിന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് മഹത്തായ കൃതികൾ വരാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇങ്ങനെ മലയാളം പഠിച്ചിട്ടില്ലാത്ത ഒരാള് എങ്ങനെ ഈ ഭാഷ സ്വായത്തമാക്കി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അത് വായിക്കാൻ നേരം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിനകത്ത് എഴുതിയേക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഷ അങ്ങനെയൊന്നും കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചറിന് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇല്ലാത്ത രീതിയിൽ മനോഹരമായിട്ടുള്ള മലയാളത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ എഴുതിയിരിക്കുന്നു. പക്ഷെ മനോഹരമാണ്, ഉജ്ജ്വലമാണെന്നേ എന്റെ അഭിപ്രായത്തിൽ, എന്റെ ഒരു വിലയിരുത്തലിൽ പറയാനുള്ളൂ. ഞാനത് വിലയിരുത്താൻ തക്ക ആളൊന്നുമല്ല. കൃഷ്ണൻ നായർ സാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പം അറിയായിരുന്നു അദ്ദേഹത്തിന്റെ. കാരണം എന്ത് വിമർശനം വരും, കൃഷ്ണൻ നായർ സാറ് ഒരു പുസ്തകം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും മഹത്തരമെന്ന് ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ശരിക്കും ആ ഒരു രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണിത്. തീർച്ചയായിട്ടും ഇത് വായിക്കുന്ന ഒരാള് ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങളല്ല, ഈ പറഞ്ഞ ഗൗരി ടി പത്മനാഭന്റെ അനശ്വരമായ കഥയായ, പ്രണയ കഥയായ ഗൗരി ഇതിനകത്തുണ്ട്. ഗൗരിയിലെ അനുഭവങ്ങളുമായിട്ട് തന്റെ അനുഭവങ്ങളെ കോർത്തിണക്കുന്നുണ്ട്. ഈ പറഞ്ഞാണ് ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥയുമായിട്ട് തന്റെ അനുഭവങ്ങളെ കോർത്തിണക്കുന്നുണ്ട്. NS മാധവന്റെ കഥയുണ്ട്. അങ്ങനെ ഒട്ടനവധി ഏറ്റവും പ്രമുഖമായ കഥയുമായിട്ട് തന്റെ ജീവിതത്തെ കോർത്തിണക്കിയിരിക്കുകയാണ്. വായിക്കുന്ന ഒരാൾക്ക് പല കഥകളും വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാതിരിക്കുവാൻ തരമില്ല. തീർച്ചയായിട്ടും ഒരു വായനക്കാരനാണെങ്കിൽ വായിക്കും. അങ്ങനെ വായനക്കാരെ വായനയുടെ ലോകത്തേക്ക് പിടിച്ചുയർത്തുവാൻ തന്റെ ജീവിതം കൊണ്ട് കോറിയിട്ട കഥകളാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മുഹമ്മദ് അബ്ബാസിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലും തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് മുഹമ്മദ് അബ്ബാസുമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ ജീവിതങ്ങൾ ഒരുപക്ഷെ അനുഭവിച്ച് അവർക്ക് എഴുതാൻ പറ്റാത്ത ഒരുപാട് മുഹമ്മദ് അബ്ബാസുമാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു. അവർക്ക് എല്ലാവർക്കുമായിട്ട് ഈ കഥ ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ ഞാൻ സമർപ്പിക്കുന്നു. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം ഒരുപാട് അതിക്രമിച്ചു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ നിർത്തുകയാണ്. കഥയുടെ ഇടയ്ക്ക് ഭംഗം വരണ്ടാണെന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ്. ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ മരണത്തെ തൊട്ട് തിരിച്ചു വന്ന ഒരാൾ എന്ന് പറഞ്ഞപ്പം ഈ കഥയൊക്കെ വായിച്ചപ്പം എൻ്റെ ഒരു അനുഭവം, കരുനാഗപ്പള്ളിയിൽ നിന്നും അമൃത വരെ ആംബുലൻസിൽ യാത്ര ചെയ്ത ഒരു അനുഭവമുണ്ട്. അതിനു മുമ്പ് എനിക്ക് 1-2 മൈനർ അറ്റാക്കുകളൊക്കെ കഴിഞ്ഞിരുന്നു. എനിക്ക് പക്ഷെ അന്ന് അതെനിക്ക് അറിയില്ലായിരുന്നു. അവിടെ വരെയുള്ള ഹോസ്പിറ്റലിൽ, കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം എത്രയും പെട്ടെന്ന് അമൃതയെ എത്തിക്കാൻ പറഞ്ഞു. ഉറങ്ങാൻ ശ്രമിച്ചു നോക്കി ആംബുലൻസിൽ കിടന്ന്, പക്ഷെ ഉറങ്ങാൻ സാധിച്ചില്ല. അങ്ങനെ ഓരോ സ്ഥലവും എത്തുമ്പം പലപ്പോഴും അയ്യപ്പന്റെ കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏതു നിമിഷവും മുതുകിൽ തറയ്ക്കാം, പ്രാണനും കൊണ്ട് ഓടുകയാണ്. അങ്ങനെ പ്രാണനും കൊണ്ട് ഓടിയതാണ്. പക്ഷെ അയ്യപ്പന്റെ കണക്ക് എന്നെ സ്വീകരിച്ചില്ല മരണത്തെ. ഒരുപക്ഷെ അയ്യപ്പന്റെയും ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെയും ജോൺ അബ്രഹാമിനെയും ഒക്കെ ആരാധകനായിരുന്ന അവരുടെ ജീവിതം ഒരുപക്ഷെ എന്നെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും അധികം അയ്യപ്പന്റെ ജീവിതമാണ്. ഒരു അയ്യപ്പനാകാനായിരുന്നു എന്റെ ആഗ്രഹം. ആകാൻ സാധിച്ചില്ല. എന്തായാലും വളരെയധികം സന്തോഷം. ഈ നോവല് ഞാൻ പോസിറ്റീവ് കമ്മ്യൂണിലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു. വായിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു. സാറിനോട് ഞാൻ തുടക്കത്തിൽ ചോദിക്കേണ്ടതായ ഒരു ചോദ്യം ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്. സാറ് പുസ്തകം എഴുതിയിട്ടുണ്ടോ സർ? ഇല്ല. എന്നാണ് സാർ തുടങ്ങുന്നത്? ധൈര്യമില്ല. സാറ് എനിക്ക് തോന്നുന്നത് അബ്ബാസിന്റെ നോട്ടുകൾ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അതൊരു പുസ്തകമായി വന്നിട്ടുണ്ടെങ്കിൽ സാറിന്റെ ദിവസം ചിലപ്പോൾ ഇന്നായിരിക്കും. ഇത്രയും മനോഹരമായിട്ട് അബ്ബാസ് സ്വന്തം ജീവിതത്തിൽ അകത്ത് നിന്നിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അത്രയും തീവ്രത കൂടിയത്.
സാർ ശരിക്കും പറയുകയാണെങ്കിൽ അബ്ബസിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഈ ഒരു സെഷൻ എടുത്തത്. ഞാനും പലപ്പോഴും തെറ്റിദ്ധരിച്ചു ഇത് എങ്ങോട്ടാണല്ലോ പോകുന്നതെന്ന്. ഒ.വി. വിജയനും നമ്മുടെ കോഴിക്കോടിന്റെ മാഷും മൂന്നാമതൊരാളും എല്ലാത്തിലേക്കും കൊണ്ടുപോയിട്ട് ഇത്രയും തീവ്രമായിട്ട് ഹൃദയത്തിലൊക്കെ തട്ടിയിട്ട് ഹൃദയങ്ങളെ പിടിച്ചുകൊണ്ട് സാവിത്രിയുടെ കണ്ണുനീരിന് ഒരു നല്ല ഭർത്താവിനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് സാറ് വാക്കുകളിലൂടെ തന്നെ പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി സർ. ഫീഡ്ബാക്കിനായിട്ട് എല്ലാവരും ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് പരീത് കുൻസാറാണ്. കുറച്ച് എല്ലാവരും ഒന്ന് ഷോർട്ടായിട്ട് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് സാറിനൂടെ കേൾക്കാം. താങ്ക് യു ആൾ. പരീത് സർ പ്ലീസ്. യെസ്, ഞാൻ അല്പം കൂടുതൽ പറയാൻ വേണ്ടിയായിരുന്നു. എന്തായാലും വളരെ കമന്റിൽ ഇട്ടിട്ടുണ്ട് എക്സലന്റ് പ്രസന്റേഷൻ എന്ന്. ഈ മുഹമ്മദ് അബ്ബാസിനെ നമ്മൾ ശ്രദ്ധിച്ചത് ഈ വർഷത്തെ SLC റിസൾട്ട് വന്നപ്പോ അദ്ദേഹം തന്റെ മകന്റെ റിസൾട്ടിനെ കുറിച്ച് FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം എഴുതിയത് ഫുൾ A+ ഒന്നുമില്ല, 2 A+, ബാക്കി Aയും Bയും. ഞാൻ എന്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. കാരണം മകന്റെ പ്രത്യേകത അദ്ദേഹം പറയുന്നുണ്ട്, അന്നത്തിൽ ഒരോഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന് ഈ പൊരിവെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന് വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടക്കുകയും മുറ്റമടിക്കുകയും ചെയ്യുന്നതിന് ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഒരു ഓഹരി കൊടുക്കുന്നതിന് എന്നിങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ തന്റെ മകനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ A+ കിട്ടിയില്ലെങ്കിലും ഞാൻ എന്റെ മകനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ കമന്റ് വളരെ വൈറലാകുകയും ഒരുപാട് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞു വന്ന ആ മുഹമ്മദ് അബ്ബാസിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ് ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ എന്നത്. വളരെ ആ പുസ്തകത്തിന്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ വളരെ ഗംഭീരമായി തന്നെ സാർ അവതരിപ്പിച്ചു. സത്യത്തിൽ ആദ്യം ഇത് പറഞ്ഞു തുടങ്ങിയപ്പോ ആത്മഹത്യയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് സാറ് അങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തും. പക്ഷെ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന സാറ് ജോലിക്കാരനാണ്, ഭാര്യ ജോലിക്കാരിയാണ്. അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു ജീവിതത്തിന് അവസരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു ഇത് തീർച്ചയായിട്ടും ഈ പുസ്തകം എഴുതിയ ആളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറിച്ചായിരിക്കും പറഞ്ഞു വരുന്നതെന്ന്. പിന്നെ ആശ്വാസമായി. അദ്ദേഹം തന്നെ തന്റെ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. 60 ഉറക്ക ഗുളികകൾ കഴിച്ച് 2 ദിവസം ബോധമില്ലാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന് 2ാമത്തെ ദിവസം കണ്ണു തുറന്നപ്പോ തന്റെ ആത്മഹത്യാ ശ്രമം നടത്തിയ മകന് കൂട്ടിരുന്ന ബാപ്പ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അനക്കെന്താ തിന്നാൻ മാണ്ടത് എന്നാണ് കണ്ണു തുറന്ന ഈ മുഹമ്മദ് അബ്ബാസിനോട് വാപ്പ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കഴിക്കാൻ എനിക്ക് പൊടിച്ചായയും ഉഴുന്നുവടയും മതി എന്നാണ് പറഞ്ഞത്. അത് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് ബാപ്പ ആത്മഹത്യക്ക് ശ്രമിച്ച മകന് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഒരു സിഗരറ്റും തീപ്പെട്ടിയും കൊടുത്ത ഒരു അനുഭവം പറഞ്ഞിട്ട് മുഹമ്മദ് അബ്ബാസ് പറയുന്നത്, ലോകത്താദ്യമായിട്ടായിരിക്കും ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട മകന് പിതാവ് അവനിഷ്ടപ്പെട്ട സിഗരറ്റും തീപ്പെട്ടിയും കൊടുക്കുന്നതെന്നാണ്. അത്തരത്തിൽ ഒരുപാട് ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് ഒട്ടേറെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ വിശപ്പ് പ്രണയം, ആ പുസ്തകത്തെ കുറിച്ച് മുതുകാട് സാറിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് ശ്രദ്ധിച്ചത്. വളരെ പ്രസക്തമായ ഒരു പുസ്തകം, വളരെ ഗംഭീരമായ, അത് വളരെ മനോഹരമായ അവതരണ രീതിയാണ് സാറിന്റെ പ്രത്യേകം എടുത്തു പറയേണ്ടത്. അപ്പോ അവതരിപ്പിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ PD ദിനേശ് സാർ, പോസിറ്റീവ് കമ്മ്യൂണിറ്റി തൃശ്ശൂർ ചാപ്റ്റർ, എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു പരീത് സർ, താങ്ക് യു. വളരെ മനോഹരമായിട്ട് അതിൽ കുറച്ച് കൂടിച്ചേർക്കലുകൾ നടത്തി തന്ന പരീത് സാറിന് നന്ദി. അപ്പൊ ഈ ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി വായനോത്സവം ഞാൻ സ്പോൺസറെ കുറിച്ച് മറന്നുപോയിട്ട് ശരിക്കും തീവ്രമായിട്ട് സാറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ നമുക്ക് സ്പോൺസർ ചെയ്തു തന്നിരിക്കുന്നത് എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ആണ്. എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റികളുമായും ഓർഗനൈസേഷനുകളുമായും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും കുറഞ്ഞ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള